ഞാനാണോടി നിന്നെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? പറയടി. നിനക്കുള്ളത് ഞാൻ പിറകെ തരാം. പറയടി, നിന്നെ ഞാനാണോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന്? ഞാൻ നിന്റെ കാമുകനായിരുന്നോ? പറയടി അങ്ങോട്ട്, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുഞ്ഞാവേ, എവക്ക് SI സെലക്ഷൻ കിട്ടിയതാ. ഞാനാ ജോലിക്ക് വിടാത്തത്. ഞാൻ തല്ലി മേടിക്കുന്നു മേടിച്ചിട്ട്. അതുകൊണ്ട് സത്യം മണിയായിട്ട് നല്ല മുത്തു പൊഴിയുന്ന പോലെ പറഞ്ഞേക്ക്. അല്ലെങ്കിൽ അംബിക ചേച്ചിയുടെ കുഞ്ഞുവാ നല്ല മണല് പോലെ അടി മേടിക്കേ. വേഗം പറഞ്ഞു. പറയടി, എന്റെ ആങ്ങളെ നിന്നെ പ്രേമിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. പിന്നെ നീ എന്റെ മകനെ കുറിച്ച് അന്ന് അപവാദം പറഞ്ഞു എന്തിനാ? പറയാൻ. അതേ അമ്മ പറഞ്ഞിട്ടാ. ഞാനോ? എനിക്കിട്ടും വച്ചോ? ആര് പറഞ്ഞിട്ടാണെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അങ്ങനെ പറയാമോ? തെറ്റായിപ്പോയി. നിങ്ങളുടെ കുടുംബം കലക്കാൻ അതേ മാർഗമുള്ളൂന്ന് അമ്മ പറഞ്ഞപ്പോ അറിയാതെ പറ്റിപ്പോയതാ. എന്നിട്ട് എന്തായി? ആരുടെ കുടുംബമാടി ഇപ്പൊ കലങ്ങിയത്? ഞങ്ങളുടെ കുടുംബം ഒന്നും കലങ്ങിയിട്ടില്ല. ദാ കണ്ടില്ലേ, ഞങ്ങളെല്ലാം ഒറ്റക്കെട്ട. നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയ കിടക്കില്ല. ഇതൊക്കെ അന്ന് അംബിക ഞങ്ങളെ കളിയാക്കാൻ ഉപയോഗിച്ച വാക്കുകളാ. അയ്യോ, അതൊക്കെ അന്നല്ലേ. ഇതിപ്പോ എത്ര വർഷമായി രാധമ്മേ? രാധമ്മയല്ല, മേഡം. മേഡം അങ്ങനെ വിളിക്കാവൂ. ഞങ്ങളൊക്കെ തെണ്ടികളാണ് പോലും, നിങ്ങളൊക്കെ സമ്പന്നരും. തെണ്ടി നടക്കുന്നവരെയാ തെണ്ടികളെന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആരാ തെണ്ടികളായത്? കാശുള്ളവർക്കേ സംസ്കാരമുള്ളൂ, കാശില്ലാത്തവർക്ക് അതില്ലെന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. അല്ല, വിയർക്കുന്നുണ്ടല്ലോ രണ്ടുപേരും. കുറച്ച് വെള്ളം തരൂ. ഇതവർക്ക് കൊടുക്കുമോളെ, കുടിക്കട്ടെ. കുറച്ച് വെള്ളം ഒന്നും അറിയാതെ അമേരിക്കയിൽ നിന്ന് കൊച്ചിനോട് കൊടുക്ക്. കീരി കുടിക്കുന്നവരെ കുടിച്ചോ. ഞങ്ങളെ നാണം കെടുത്താൻ നീയും നിന്റെ മോനും ഈ മരുമകളും കൂടെ നടത്തിയ ഗൂഢാലോചനകൾ എന്തൊക്കെയാ അംബികെ? അയ്യോ മാഡം, ഇവരെ ഞാൻ അവിടെ ചെന്ന കാലം മുതൽ തുടങ്ങിയത് എന്നെ ഇല്ലാതാക്കാനുള്ള കളികള്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഇവരിപ്പോഴാ കാണുന്ന.